എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹിന്ദിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയാം എന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഞാൻ പറയാണ്, ഞാൻ ഇന്ന് കളിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം അവിടെ വരും, അല്ലെങ്കിൽ അവൻ ഇവിടെ വരും, ഞാനത് ചെയ്യും എന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹിന്ദിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന അറിയോ? ഗ ഗി ഗെ എന്നാണ്. ഗ ഗി ഗെ എന്ന് വെച്ചാൽ സെന്റൻസിന്റെ ലാസ്റ്റ് നമ്മൾ ഗ അല്ലെങ്കിൽ ഗി അല്ലെങ്കിൽ ഗെ ചേർക്കും. ഓക്കെ, എങ്ങനെ നോക്കാം? നോക്കാം. ആദ്യം ഗ നമ്മൾ നോർമലായിട്ട് പറയുമ്പോൾ ഗ എന്ന് ചേർക്കാം. പക്ഷെ ഒരു ഫീമെയിൽ ആണെങ്കിൽ ഒരു പെണ്ണ് പറയുകയാണെങ്കിലോ അവിടെ ഗി ചേർക്കണം. അതുപോലെ ഒരുപാട് പേരുണ്ടെങ്കിൽ അതുപോലെ തന്നെ റെസ്പെക്ട് ബഹുമാനം കൊടുത്ത് പറയാൻ നമ്മൾ ഗെ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഗെ, ഗ ഗി ഗെ. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്, ഞാൻ നാളെ അവിടെ പോകും. ഞാൻ നാളെ അവിടെ പോകും. അപ്പൊ ഞാൻ എന്ന് പറയുന്നതിന് എന്ത് ഉപയോഗിക്കുക? മേ അല്ലേ? അത് കഴിഞ്ഞിട്ട് നാളെ എന്താണ്? കൽ. അതുപോലെ അവിടെ എന്ന് പറയാ വഹ. മേ കൽ വഹ. മേ കൽ വഹ. പോകും, പോകുക എന്താണ്? ജാന. അന്ന ഒഴിവാക്കിയിട്ട് അവിടെ ചേർക്കണം, ഗാഗി ചേർക്കണം. ഓക്കെ, അപ്പൊ മേ കൽ വഹ ജാവുങ്ക. ജാവുങ്ക, ഇവിടെ ഹൂങ്ക പറയണം, ഹൂങ്ക. ഓക്കെ, മേ ഹൂങ്ക. മേ പ്ലസ് ഹൂങ്ക പറഞ്ഞെങ്കിൽ മേ ഹൂങ്ക. കൽ, മേ കൽ വഹ ജാവുങ്ക. മേ കൽ വഹ ജാവുങ്ക ഉണ്ടോ? ജാവുങ്ക. ഹൂങ്ക എന്ന് പറയണം, ഹൂങ്ക. ഹൂങ്ക എപ്പോൾ പറയാ? മേന്റെ കൂടെ ഉണ്ടോ? മേന്റെ കൂടെ എന്ത് വേണം? ഹൂങ്ക എന്ന് പറയണം, ഹൂങ്ക. ഓക്കെ, മേ ഹൂങ്ക. मैं वहां जाऊंगा, मैं यहाँ आऊंगा, मैं खेलूंगा, मैं पीऊंगा, मैं पानी पीऊंगा, मैं खाना खाऊंगा. ओके, मैं गाना गाऊंगा. क्लियर? എന്ന് പറയാ മേന്റെ കൂടെ ഹൂങ്ക, മേ ജാവുങ്ക. ഇനി അതൊരു പെണ്ണ് പറയുന്നതാണെങ്കിലോ, ഒരു ഫീമെയിൽ ആണ് പറയുന്നതെങ്കിൽ, ഒരു ഫീമെയിൽ പറയുകയാണെങ്കിൽ ജാവുങ്ക എന്ന് പറയരുത്, ജാവുങ്കി എന്ന് പറയണം. മേ കൽ വഹാ ജാവുങ്കി ഉണ്ടോ? ജാവുങ്കി. मैं कल वहां जाऊंगी. मैं कल क्रिकेट खेलूंगी. मैं कल एक कहानी लिखूंगी. जाऊंगी, आऊंगी, पीऊंगी, खाऊंगी. ഓക്കെ, ഒരു ഫീമെയിൽ ആണെങ്കിലോ ഒരു പെണ്ണാണെങ്കിൽ ജാവുങ്കി, ഹൂങ്കി പറയണം. അതല്ല ഒരു മെയിൽ ആണെങ്കിലോ മേ ഹൂങ്ക, മേ ഹൂങ്ക, മേ ഹൂങ്ക, മേ ഹൂങ്കി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ്, ഞാൻ ഇന്ന് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കും. ഞാൻ ഇന്ന് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കും. ഓക്കെ, അപ്പൊ മേ, ഞാൻ എന്താ പറയാ? മേ ഇന്ന് വൈകുന്നേരം അല്ലേ? ആജ് ശാം കോ ഉണ്ടോ? ആജ് ശാം കോ. മേ ആജ് ശാം കോ ക്രിക്കറ്റ്. മേ ആജ് ശാം കോ ക്രിക്കറ്റ് ഖേലൂങ്ക. മേ വന്നു, അതുകൊണ്ട് ഹൂങ്ക. മേ ആജ് ശാം കോ ക്രിക്കറ്റ് ഖേലൂങ്ക. ഇനി അതൊരു പെണ്ണ് പറയുകയാണെങ്കിലോ ഒരു ഫീമെയിൽ പറയുകയാണെങ്കിലോ മേ ആ ഷാം കോ ക്രിക്കറ്റ് ഖേലൂങ്കി, ഹൂങ്കി ഉണ്ടോ? എന്താണ്? ഹൂങ്കി പറയാം. ഓക്കെ, ക്ലിയർ? ക്രിക്കറ്റ് ഖേലൂങ്ക, അതുപോലെ ഖേലൂങ്കി. ഓക്കെ, ഖേലൂങ്ക, ഖേലൂങ്കി. ഇനി അടുത്ത്, കാരണം കളിക്കുക ഖേൽന എന്നാ ഒഴിവാക്കിയിട്ട് അവിടെ ഹൂങ്ക, ഹൂങ്കി ഉണ്ടോ? മേ ആ ഷാം കോ ക്രിക്കറ്റ് ഖേലൂങ്കി, ഒരു ഫീമെയിൽ ആണെങ്കിൽ. ഇനി നമുക്ക് മൂന്നാമത് നോക്കാം. നീ ഇന്ന് അവിടെ പോകും. നീ ഇന്ന് അവിടെ പോകും. ഓക്കെ, അപ്പൊ നീ എന്ന് പറയാ തും ആജ്, നീ ഇന്ന്. അവിടെ വഹ, തും ആജ് വഹ ജാവോഗെ. ജാവോഗെ. തും ആണെങ്കിലോ, തും വേർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, തും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? ഓഗെ എന്ന് ഉപയോഗിക്കണം. ഓഗെ ഉണ്ടോ? ഓഗെ ഉപയോഗിക്കും. ഓഗെ, ഓഗെ. തും പ്ലസ് ഓഗെ, അല്ലെങ്കിൽ തും പ്ലസ് രണ്ടും പറയാം. തും പ്ലസ് ഓഗെ അല്ലെങ്കിൽ തും പ്ലസ് ഏങ്കെ. എന്താണ്? ഏങ്കെ എന്നും പറയാം. ഏങ്കെ. ഓക്കെ, ഏങ്കെ എന്നും പറയാം. എങ്ങനെ നോക്കാം? തും ആജ് വഹാ ജാവോഗെ ഒന്നാമത്തെ. തും ആജ് വഹാ ജാവോഗെ നോർമലായിട്ട് പറയുന്നതാണ്. രണ്ടാമതാണ് തും ആജ് വഹാ ജായേങ്കെ. ഏങ്കെ, ഏങ്കെ. തും പ്ലസ് രണ്ടും, തുമ്മിന്റെ കൂടെയും അതുപോലെ ആ, നിങ്ങൾ, തും, അതുപോലെ ആപ്. തും നീ, നിങ്ങൾ ആപ്. ഈ തുമ്മിന്റെ കൂടെയും അതുപോലെ ആപ്, അതിന്റെ കൂടെ രണ്ടിന്റെ കൂടെയും നമ്മൾ ഓകെ എന്ന് പറയാറുണ്ട്, അതുപോലെ ഏങ്കെ എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ പറയണേ, നിങ്ങൾ ഇന്ന് ഇവിടെ വരും. നിങ്ങൾ ഇന്ന് ഇവിടെ വരും.
അപ്പം നിങ്ങൾ ആപ് ആജ് യഹാ ആവോഗെ ഒന്നാമത്. രണ്ടാമതാണ് ആജ് യഹാ ആയേങ്കെ. നിങ്ങൾ ഇന്ന് കളിക്കും. ഓക്കെ. ആപ് ആജ് ഖേലോഗെ നിങ്ങൾ ഇന്ന് കളിക്കും. രണ്ടാമതോ ആപ് ആജ് ഖേലേങ്കെ കളിക്കും. രണ്ടും എന്താണ്? കറക്റ്റാണ്. ഓക്കെ. ഓകെ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഏകെ ഇതും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. സ്പോക്കൺ ഹിന്ദിയിൽ ഇത് രണ്ടും എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഹോഗെ, അതുപോലെ ഏങ്കെ. എന്തിൻ്റെ കൂടെ? തുമ്മിൻ്റെ കൂടെ, അതുപോലെ ആപ്പിൻ്റെ കൂടെ, രണ്ടിൻ്റെയും കൂടെ. അപ്പോൾ നോക്കാം എന്താണ്. നീ ഇന്ന് അവിടെ പോകും. ഇപ്പോൾ ചെറിയ ഒരു ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടാകും. പക്ഷെ 3 or 4 തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. നീ ഇന്ന് അവിടെ പോകും. തും ആജ് വഹാ ജാओगे. അല്ലെങ്കിലോ തും ആജ് വഹാ ജായേങ്കെ. രണ്ടും പറയാം. ഇതിൻ്റെ അടുത്താണ് ഇവിടെ മലയാളത്തിലുണ്ട് ഉച്ചാരണം. തും ആജ് വഹാ ജാओगे, അതുപോലെ തും ആജ് വഹാ ജായേങ്കെ. ഓക്കെ, രണ്ടും പറയാം. അടുത്താണ് നിങ്ങൾ ആ ജോലി ഇന്ന് ചെയ്യും. ഞാൻ പറഞ്ഞു തുമ്മിൻ്റെ കൂടെയും ആപ്പിൻ്റെ കൂടെയും ഓകെ എന്ന് പറയാം, അല്ലെങ്കിൽ ഏങ്കെ എന്ന് പറയാലോ. ഒന്ന് നോക്കാം. നിങ്ങൾ ആ ജോലി ഇന്ന് ചെയ്യുന്നല്ലേ. ആപ് വോ കാം ആജ് കരോഗെ. ഒന്നാമത് കരോഗെ. എന്താണ് പറയുന്നത്? ആപ് വോ കാം ആജ് കരോഗെ. രണ്ടാമതാണ് ആപ് വോ കാം ആജ് കരേങ്കെ. എന്താണ്? കരേങ്കെ. രണ്ടും പറയാം. ഓക്കെ. ആപ് വോ കാം ആജ് കരോഗെ, അതുപോലെ ആപ് വോ കാം ആജ് കരേങ്കെ. ഇനിയും സംശയമാണെങ്കിൽ നമുക്കൊരു 2-3 ഉദാഹരണം കൂടി പറയാം. ഞാൻ പറയാണ്. നിങ്ങൾ വെള്ളം കുടിക്കും. പറയാം. നിങ്ങൾ വെള്ളം കുടിക്കും പറയാം. ആ പാനി ഫസ്റ്റ് ഒന്നാമതാണ് ആ പാനി പിയോगे. രണ്ടാമതാണ് ആ പാനി പിയേങ്കെ. ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കും പറയാം. ആപ് തും ഏതും പറയാം. ഓക്കെ. ആപ് ഖാന കാओगे. രണ്ടാമതാണ് ആപ് ഖാന ഖായേങ്കെ. ഇനി നിങ്ങൾ ഇന്ന് കളിക്കും. ഓക്കെ. തും അല്ല ആപ് ആജ് ഖേലോगे. രണ്ടാമതാണ് ആപ് ആജ് ഖേലേങ്കെ. രണ്ടും പറയാം. ഓക്കെ. ഒരു 3-4 തവണ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ മേ കഴിഞ്ഞു, അതുപോലെ തും അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അവൻ നാളെ അവിടെ പോകും. ഇനി അവനാണ്. ആദ്യം നമ്മൾ മേ പറഞ്ഞു, ഞാൻ. അത് കഴിഞ്ഞ് നിങ്ങൾ, നീ. അത് പറഞ്ഞു തും ഇനി അടുത്താണ് അവനാകുമ്പോൾ എങ്ങനെയാണ് സെന്റൻസ് ലാസ്റ്റ് നോക്കാം അല്ലേ. അവൻ നാളെ അവിടെ പോകും. വോ കൽ വഹാ. അവനാണെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള സാധാ ഗ ഉപയോഗിച്ചാൽ മതി. വോ കൽ വഹാ ജായേഗ. അവൻ വെള്ളം കുടിക്കും. വോ പാനി പിയേഗ. അവൻ അവൻ്റെ ജോലി ചെയ്യും. വോ അപ്പന കാം കരേഗ. അവൻ കളിക്കും. വോ ഖേലേഗ. അവൻ എഴുതും. വോ ലിഖേഗ. അവൻ കഴിക്കും. വോ ഖായേഗ. ലാസ്റ്റ് എന്നാണ് ഗ. മേ കാऊंगा. ആപ് കാओगे അല്ലെങ്കിൽ ആപ് ഖായേങ്കെ. ഇനി അവൻ വോ ഖായേഗ. ഇനി അവളാണെങ്കിലോ വോ ഖായേഗി. കണ്ടോ? അപ്പൊ ഒന്ന് പറയാണ്. അവൻ നാളെ അവിടെ പോകും. വോ കൽ വഹാ ജായേഗ. ഇനി ഒരു വലിയ ഒരു റെസ്പെക്ട് കൊടുത്ത് ബഹുമാനത്തോട് കൂടി പറയുകയാണെങ്കിലോ അദ്ദേഹം നാളെ അവിടെ പോകും. അപ്പൊ കാണാം വോ കൽ വഹാ ജായേങ്കെ. പറയല്ലേ. ആപ് വഹാ ജായേങ്കെ. രണ്ടും പറയാലോ. ആപ് വഹാ ജാओगे ഒന്നാമതാണ്. ആപ് വഹാ ജായേങ്കെ രണ്ടാമതാണ്. ജായേങ്കെ റെസ്പെക്ട് ബഹുമാനം കൊടുത്ത് പറയണം. അതുപോലെ എവിടൊക്കെ നമുക്ക് റെസ്പെക്ട് കൊടുക്കണോ അവിടൊക്കെ നമ്മൾ ജായേങ്കെ ഏങ്കെ എന്ന് പറയാം. ഒക്കെ ഭാവിയിൽ പറയാൻ വേണ്ടിയിട്ട്. വോ കൽ വഹാ ജായേങ്കെ. ഓക്കെ. വോ കൽ വഹാ ജായേഗ. ഒരു നോർമലായിട്ട് ജായേഗ, കരേഗ, പിയേഗ, ലിഖേഗ, പഠേഗ. ഓക്കെ. ഇനി അടുത്താണ്
മറ്റന്നാൾ അവൾ ഒരു കാർ വാങ്ങും. മറ്റന്നാൾ അവൾ ഒരു കാർ വാങ്ങും. വാങ്ങുക ഖരീദന. ഓക്കെ. परसों മറ്റന്നാൾ. അവൾ वो ഒരു ഏക് കാർ ഖരീദേഗി. ഇവിടെ ഖരീദേഗി ഖരീദന വാങ്ങുക. ഖരീദന എന്നാ ഒഴിവാക്കിയിട്ട് ഗാ ഗീ ഗേ. ഇവിടെ ഗീ ചേർക്കണം. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം അവളല്ലേ. അപ്പോൾ परसों वो एक कार खरीदेगी. परसों वो एक कार खरीदेगी. ഓക്കെ. ഫീമെയിൽ ആകുമ്പോൾ ഒരു പെണ്ണാകുമ്പോൾ കുഴപ്പമില്ല, ഗീ ചേർത്താൽ മതി. ഇനി അടുത്ത് നോക്കാം. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഫുട്ബോൾ കളിക്കും. പറയാം ഞങ്ങൾ ഹം ഇന്ന് വൈകുന്നേരം ഷാംകോ ഹം ആ ഷാംകോ എന്താണ്? ഫുട്ബോൾ കളിക്കുക. കേൽന നാ ഒഴിവാക്കിയിട്ട് അവിടെ എങ്കെ ചേർക്കണം. എങ്കെ. കാരണം എന്താ? ഞങ്ങളല്ലേ, പ്ലൂറൽ ഫോം അല്ലേ, ഒരുപാട് പേരുണ്ടല്ലോ. ഒരുപാട് പേരാകുമ്പോഴും അതുപോലെ ബഹുമാനം കുറിച്ച് പറയുമ്പോഴും എങ്കെ ചേർക്കണം. എങ്കെ എന്താണ്? എങ്കെ ചേർത്താൽ മതി. എങ്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കുക. എങ്കെ. ഓക്കെ. ഹൂങ്ക. അതുപോലെ ഹം ആ ഷാം കോ ഫുട്ബോൾ ഖേലേംഗെ. ഓക്കെ. അപ്പോൾ ഭാവിയിൽ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. എന്ത്? ഇതാണ് ഹൂങ്ക. ഇതാണ് ഹൂങ്ക. ഇതാണ് ഹൂങ്ക. ഇങ്ങനെ എഴുതി. ഓക്കെ. ഹൂങ്ക എപ്പോൾ ഉപയോഗിക്കുക? മേൻ്റെ കൂടെ അല്ലേ. എന്താണ്? ഞാൻ മേൻ്റെ കൂടെ നമ്മൾ ഹൂങ്ക ചേർത്തു. മേ ജാऊंगा, മേ खेलूंगा, മേ पीऊंगा, മേ आऊंगा, മേ सोऊंगा, മേ പ്ലസ് ഹൂങ്ക. അടുത്താണ് എന്താണ്? തും അല്ലേ. തും അല്ലെങ്കിൽ ആപ്പ്. അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചേർന്ന് കഴിയും. എന്താണ്? ഓകെ. ഒന്നാമതാണ് ഓകെ. തും ജാओगे, तुम आओगे, तुम खेलोगे, आप खेलोगे, आप जाओगे, होगे. ഇതിന് കൂടെ നമുക്ക് മറ്റൊരു ഉപയോഗിക്കാം. ഇതാണ് ഏങ്കെ. എന്താണ്? ഏങ്കെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു മതി. ഓക്കെ. പറയാണ് തും ജായെങ്കെ ഏങ്കെ, തും ഖേലേങ്കെ, തും ആയെങ്കെ, ആപ് ആയെങ്കെ. അപ്പൊ തും അതുപോലെ ആപ് ഈ രണ്ടിൻ്റെയും കൂടെ നമുക്ക് ഓഗേന്ന് ചേർക്കാം ലാസ്റ്റ്. അല്ലെങ്കിലോ ഏങ്കേന്ന് ചേർക്കാം. രണ്ടും എന്താണ് പറയാറുണ്ട്. സ്പോക്കൺ ഹിന്ദിയിൽ രണ്ടും എപ്പോഴും പറയാറുണ്ട്. ഓക്കെ. കുഴപ്പമില്ല. ഇനി അടുത്താണ് അവനാകുമ്പോഴോ വോ അല്ലേ. വോന് കൂടെ വരാ. വോന് കൂടെ ഏ ഗ. നമ്മളെ നോർമലായിട്ടുള്ള ഗ ചേർക്കുക. वो जाएगा, वो आएगा, वो खेलेगा. ഓക്കെ. वो पिएगा. ഏക എന്നാണ്. ഏക. ഇനി അതൊരു പെണ്ണാണെങ്കിലോ ഫീമെയിൽ ആണെങ്കിലോ ഗീ ചേർക്കുക. ഗീ ചേർക്കുക. वो खेलेगी, वो जाएगी, वो आएगी, पिएगी, खेलेगी, सोएगी. ഗീ ചേർക്കുക. ഗീ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വേറാണ് നമ്മൾ ഈ തുമ്പിൻ്റെ കൂടെയും ആപ്പിൻ്റെ കൂടെയും നമ്മൾ പറഞ്ഞു ഏങ്കെ ചേർക്കാറുണ്ട് അല്ലേ. ഏങ്കെ ചേർക്കാറില്ലേ. അതുപോലെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ് ഞങ്ങൾ ഹം എന്താ പറയുക? ഹം. അപ്പോൾ ഹമ്മിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ഏങ്കെ ചേർക്കണം. ഏങ്കെ. ഓക്കെ. ഏങ്കെ എന്താണ്? ഏങ്കെ. ഇവിടെ എന്ത് ചേർക്കരുത്? ഇവിടെ ഹോഗെ ചേർക്കരുത്. ഹോഗെ എപ്പോഴും വരാം? ഹോഗെ തും അതുപോലെ ആപ്പിൻ്റെ കൂടെ മാത്രമേ ഹോഗെ വരാൻ പാടുള്ളൂ. ഹോഗയും വരാം, അതുപോലെ ഏങ്കെ വരാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹമ്മിൻ്റെ കൂടെ പ്ലൂറൽ ഫോം ഒരുപാട് പേരുണ്ടെങ്കിൽ അവിടെ ഹോഗെന്ന് വരാൻ പാടില്ല. അവിടെ എപ്പോഴും എന്താണ്? ഏങ്കെ എന്ന് വരാൻ പാടുള്ളൂ. ഏങ്കെ. ഹം ഖേലേംഗെ, ഹം ജായെങ്കെ, ഹം ആയെങ്കെ, ഹം പിയെങ്കെ, ഹം സോയെങ്കെ. ഓക്കെ. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഒരു 4-5 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അയക്കുക. ഓക്കെ. ഞാൻ ചെക്ക് ചെയ്തോളാം. വീഡിയോ പ്ലീസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ओके. आपको बहुत बहुत धन्यवाद.